ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. വന്ദരായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ക്രിസ്തുയേശുവിൻ്റെ തന്നെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. വലിയ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യത്തെ ഞായറാഴ്ച ദിവസത്തെ വിശുദ്ധ ഏവെങ്കിലും ഭാഗം ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗമാണ്. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തീർത്ഥാടനത്തിലൂടെയാണ് ഞാനും നിങ്ങളും നടന്നു നീങ്ങുന്നത്. ഈ ഞായറാഴ്ച ദിവസത്തെ ഏവെങ്കിലും ഭാഗം വായിക്കുമ്പോൾ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ഒരു യേശു തമ്പുരാനെ കാണുന്നുണ്ട്. ഗർഭോ ഞായർ എന്ന പിതാക്കന്മാർ ഈ ദിവസത്തെ വിളിക്കുന്നു. എന്താണ് തീർത്ഥാടനം? നമുക്കെല്ലാം തീർത്ഥാടനം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒത്തിരിയേറെ ഉത്തരങ്ങളൊക്കെ കൊടുക്കുവാനുണ്ടാകും. എന്നാൽ ഈ ദിവസത്തിൽ ഈ തീർത്ഥാടനത്തിലൂടെ ആരൊക്കെയാണ് കടന്നു പോകുന്നത്? ആൾക്കൂട്ടത്തിൽ തനിയോ ഭയന്നോ അകന്നുമല്ല, ഏകാന്തതയിലുമല്ല, പുറത്താക്കപ്പെട്ടവർക്കോ സമൂഹത്തിൽ നിന്നും സഭയിൽ നിന്നും മാറ്റി നിർത്തിയവർക്കോ അല്ല. എന്നാൽ ഇന്നത്തെ ദിവസം ഈ തീർത്ഥാടനത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, അശുദ്ധനെന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു വ്യക്തി, കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ഏവെങ്കിലും ഭാഗം വായിക്കുമ്പോൾ ഗലീല പ്രദേശത്തുള്ള കപർന്നഹൂമിലാണ് യേശു തമ്പുരാൻ നിൽക്കുന്നത്. മലകളും താഴ്വരകളും കടൽക്കരകളും കൊണ്ട് നിറഞ്ഞതായ ഗലീല പ്രദേശത്ത് യേശു തമ്പുരാൻ നിൽക്കുമ്പോൾ അതാ ഒരു മനുഷ്യൻ, അനേകം രോഗികളായ മനുഷ്യൻ യേശു തമ്പുരാൻ്റെ അടുക്കൽ കടന്നു വന്നുവെങ്കിൽ പോലും ഒരു കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ യേശു തമ്പുരാൻ്റെ അടുക്കൽ വന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് യേശു തമ്പുരാൻ്റെ കരങ്ങളിൽ സ്പർശിക്കുവാനായി കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ദിവസം യേശു തമ്പുരാൻ ആ മനുഷ്യനെ തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു സംഭവമാണ് ഈ ഏവെങ്കിലും ഭാഗത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. പണ്ടത്തെ ഒരു കടങ്കഥ ഈ സമയം ഓർത്തു പോകുകയാണ്. ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും. അന്നും ഇന്നും സമൂഹം വെറുക്കപ്പെട്ട ഒരു രോഗമാണ് കുഷ്ഠരോഗമെന്ന് പറയുന്നത്. മനസ്സിൻ്റെ ഉള്ളിൽ മരണം മാത്രം മുന്നിൽ കണ്ട് മതിൽ കെട്ടുകൾക്കുള്ളിൽ അശുദ്ധനെന്ന് മുദ്രകുത്തപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതമാണ് ഈ ദിവസത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, കുഷ്ഠരോഗികളുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ കണ്ണു കുഴിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ, സൗന്ദര്യം നഷ്ടപ്പെട്ട് ആകാരഭംഗി ലവലേശമില്ലാതെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ സാധിക്കാതെ ഭാരപ്പെടുന്ന അനേകം മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ പണ്ടുകാലങ്ങളുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ശവസംസ്കാരം നടത്തിയിരുന്നവരായിരുന്നു ഈ കുഷ്ഠരോഗികളെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പസ്തോലിക കാല ചരിത്രകാരനായ യൂസഫ് ഇപ്രകാരം പറയുന്നുണ്ട്: അവർ മരിച്ചവർക്ക് തുല്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ദിവസത്തെ വിശുദ്ധ ഏവെങ്കിലും ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് നമ്മുടെ ജീവിതവുമായി ഇവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാം. ശാരീരികമായ കുഷ്ഠരോഗമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പോലും മനസ്സിലും ഹൃദയത്തിലും കുഷ്ഠരോഗം വെച്ചു പുലർത്തുന്നവരാണ് ഇന്ന് നമ്മളിൽ പലരും. സ്നേഹമുള്ളവരെ, ചൊവ്വാഴ്ച ദിവസത്തെ വിശുദ്ധ ശിമ നമസ്കാരത്തിലെ 3-ാം മണി നമസ്കാരത്തിലെ ഒരു ഗീതം ഇപ്രകാരം പാടുന്നുണ്ട്: മാലോടാത്മം ചൊല്ലുന്നേവം പാപം ചെയ്യും, മുമ്പുള്ളവരെ സൗന്ദര്യം എനിക്കാരും നേകി. എത്രയോ ശ്രേഷ്ഠമായ ഒരു ഗീതമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കൊല്ലം ജില്ലയിലെ ഒരു അനുഭവം ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് നടന്നതായ ഒരു സംഭവമാണ്. ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. അവൻ വളർന്നു വരുന്നതായ സമയത്ത് അവൻ്റെ ഓരോ വിജയത്തിലും സന്തോഷം കണ്ടെത്തിയവരായിരുന്നു അവരുടെ മാതാപിതാക്കൾ. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഓരോ വിജയത്തിലും അവൻ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലേക്ക് കടന്നു പോവുകയാണ്. ആ ദേശത്തുണ്ടായിരുന്ന ആളുകളെല്ലാം അവനെ വിളിച്ചിരുന്നത് ഓരോ സിനിമാ നടന്മാരുടെ പേരുകൾ വിളിച്ചാണ് അവനെ അഭിനന്ദിച്ചിരുന്നത്. കാരണം മറ്റൊന്നുമല്ല, അവൻ മറ്റുള്ളവരെക്കാൾ സൗന്ദര്യം കൊണ്ടും ആകാരഭംഗി കൊണ്ടും ജീവിതത്തിൽ അവൻ മുന്നേറിയവനായിരുന്നു. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ഇപ്രകാരം ഒരു രോഗം കടന്നു വന്ന് അവൻ്റെ ജീവിതത്തിലെ അവന് ലഭിച്ചതായ സൗന്ദര്യവും ആകാരഭംഗിയും നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവൻ സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് അവൻ്റെ ജീവിതത്തിലെ ആ അഹങ്കാരത്തിൽ നിന്നും അവൻ പിന്മാറുന്നതായ രംഗം അവൻ്റെ അനുഭവകഥയിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാത്സല്യമുള്ളവരെ, ഇന്ന് ഈ സൗന്ദര്യകരമായ തീർത്ഥാടനത്തിലൂടെ കടന്നു വരുവാൻ സാധിക്കാതെ അല്ലെങ്കിൽ വഴിതെറ്റി തപ്പിത്തടയുന്നതായ അനേകം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ, പഴയ നിയമം പഠിക്കുമ്പോൾ കാണുന്നുണ്ട് പ്രബലനായ ഒരു മനുഷ്യനുണ്ട്. നയമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു പക്ഷേ അത് വായിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് സുപരിചിതമായ ഒരു വ്യക്തിയാണ്. നയമാൻ്റെ ജീവിതം പഠിക്കുമ്പോൾ
ആരാം രാജാവിൻ്റെ ഈ സേനാപതിയായിരുന്ന പരാക്രമശാലിയായിരുന്നു അദ്ദേഹം. എന്നാൽ അധികാരം കൊണ്ടും ആൾബലം കൊണ്ടും ആരെയും ഇരുത്തുവാനും തുരത്തുവാനും കഴിവുള്ള കരുത്തനായ ഒരു മനുഷ്യൻ. പക്ഷേ കുഷ്ഠരോഗം ബാധിച്ചതുമൂലം മനോവ്യതയുടെ ചിത്രത്തിലായി മാറുന്ന ഈ വ്യക്തിയുടെ ജീവിതം നമുക്ക് കാണുന്നുണ്ട്. ശക്തിയും സാമർഥ്യവും സൗന്ദര്യവും സമ്പത്തും എന്നിവയിൽ എല്ലാം അഹങ്കരിച്ചാലും ഇപ്രകാരം ഒരു രോഗം കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ പോലും സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വാത്സല്യമുള്ളവരെ, 2 കാര്യങ്ങൾ മാത്രം പങ്കുവെച്ച് ഈ ദിവസത്തിലെ വേദഭാഗം അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട്, സ്വന്തം അവസ്ഥയെക്കുറിച്ച് അവബോധമുള്ള രോഗി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു മനുഷ്യനായിരിക്കണം. ഇന്നത്തെ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്, അവബോധമുള്ളവൻ മതിൽ കെട്ടുകൾക്കുള്ളിൽ അല്ലെങ്കിൽ അടയ്ക്കപ്പെട്ടതായ ഒരവസ്ഥയാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. എന്നാൽ അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനുള്ള മനസ്സ് കാണിച്ച് വിനയപ്പെടേണ്ടോർത്ത് വിനയപ്പെട്ടും മുട്ടേണ്ട വാതിൽ മുട്ടിയും സൗഖ്യം തേടുവാൻ വേണ്ടി യേശുതമ്പുരാൻ്റെ കരത്തെ തേടി ഓടിയെത്തുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, യഹൂദ പാരമ്പര്യം പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, അടുത്തു വരുവാൻ പോലും അനുവാദമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ഒരു കുഷ്ഠരോഗിയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അവൻ്റെ ദൃഢവിശ്വാസമായിരുന്നു അവനെ സൗഖ്യമാക്കുന്ന ഒരു മനുഷ്യൻ ഈ ഗലീലായിലുണ്ട് എന്നവൻ ചിന്തിക്കുകയാണ്. അങ്ങനെ സ്വയം തൻ്റെ അവസ്ഥയെക്കുറിച്ച് അവബോധമുണ്ടായി യേശുതമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഓടി വരുന്ന ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. രണ്ടാമതായിട്ട്, തൊട്ട് സൗഖ്യമാക്കുന്ന കർത്താവ് ഉണ്ട് എന്ന് അവൻ തിരിച്ചറിയുകയാണ്. യേശുതമ്പുരാൻ മതമോ തൊട്ടുകൂട സമ്പ്രദായമോ കൽപ്പനകളോ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ യേശുതമ്പുരാൻ ആ മകനെ തൊട്ട് സൗഖ്യമാക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. രോഗമില്ലാത്ത ഒരുവൻ ഇന്നോളം അവനെ തൊട്ടിട്ടില്ല. എന്നാൽ കണ്ണുനീരോടും വേദനയോടും കൂടെ ആ മനുഷ്യൻ കർത്താവെ കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് യേശുതമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിത പശ്ചാത്തലങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കൊലപാതകിയായാലും വ്യഭിചാരിണിയായാലും കുറ്റവാളിയായാലും കരയുന്നവരുടെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. കരുണ തോന്നുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവുകളെ നാം തിരിച്ചറിയണം. ഇന്ന് അത് അന്വേഷിച്ച് നടക്കുന്നു. നമ്മുടെ കുറവുകളെല്ലാം ആ യേശുതമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്വയം ഒരു തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വിനയപ്പെടുവാൻ സമയമുണ്ടോ? ക്ഷമിക്കുവാൻ സമയമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്ത് കണ്ടിട്ട് അഹങ്കരിക്കുന്നത്? അഹങ്കാരത്തിൻ്റെ അംശങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവത്തിങ്കിലേക്ക് ചേർന്ന് വരുവാൻ സാധിക്കണം. കുമ്പസാരിച്ച് നോമ്പെടുത്ത് ഈ വലിയ നോമ്പിൻ്റെ ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കളങ്കമില്ലാതെ അല്ലെങ്കിൽ കുഷ്ഠരോഗത്തിൻ്റെ അംശം നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം മാറ്റിവെച്ച് ദൈവത്തിങ്കിലേക്ക് ചേർന്ന് വരുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഈ വചനകേൾവി മുഖാന്തരമായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.